തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ശ്രീകാര്യത്താണ്. ശ്രീകാര്യത്ത് നിന്ന് 5 കിലോമീറ്റർ ഞാണ്ടൂർക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാണ്ടൂർക്കുളം ജംഗ്ഷനിൽ നിന്ന് ഒരു 300 മീറ്റർ മാറുമ്പോൾ ഒരു പുതിയ വീടാണ്. സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത്. 5.5 സെന്റ് സ്ഥലമുണ്ട്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ്. നിരപ്പായ പ്രദേശമാണ്. പടിഞ്ഞാറ് ദർശനത്തിലാണ് വീടിരിക്കുന്നത്. 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. വെള്ളത്തിന് കിണറാണ് കേട്ടോ. 90% പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. 1550 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ഇനി ഇൻ്റർലോക്കിൻ്റെ പണിയും കൂടെ ബാക്കിയുള്ളൂ. വെള്ളത്തിന് കിണറാണ്. നമുക്ക് 2 വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു 16 അടിയുടെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം പിറകിലൊരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. തടി പ്ലാവാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ഡോറാണേ. കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതിന് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നത്. അവിടെയാണ് വാഷ് ബേസ് കൗണ്ടർ വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത്. മുകളിൽ ഗ്രാനൈറ്റാണ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. 2ാം നിലയിൽ കയറുമ്പോൾ വലിയൊരു ഹാളിങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമാണ് അവിടെ. ഫസ്റ്റ് ബെഡ്റൂം, മേളത്തെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡാണ്. കയറി വരുമ്പോൾ 2ാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. അതിന് വാർഡ്രോബ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഒരു ബാൽക്കണി ഏരിയയാണ് വരുന്നത്. പിന്നെ ഇനി ഓപ്പൺ ടെറസാണ് വരുന്നത്. തുണി അലക്കാനുള്ള സ്ഥലവും ഒക്കെ കൂടിയിട്ടൊരു ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയയൊക്കെയാണ്. 67 ലക്ഷം രൂപയാണ് പ്രൈസ്. നെഗോഷ്യബിളാണ് കേട്ടോ. അത്യാവശ്യം ബസ് റൂട്ട് സൈഡിലാണ്.